തട്ടമിട്ടുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ വരവ് സ്കൂളിൽ മറ്റുള്ള ആളുകളെ ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ നിയമാവലിക്ക് ചേരുന്നതല്ല ഈ തട്ടം, അതുകൊണ്ട് തട്ടം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതാരാണ്? ശിരോവസ്ത്രം ധരിച്ച് തലയിലെ മുടിയൊന്നും പുറത്തു കാണാത്ത തരത്തിൽ മനോഹരമായി വസ്ത്രം ധരിച്ചവർ. അവർ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയാണ്, ഞങ്ങൾ ധരിച്ചതുപോലെ ആ കുട്ടി ഒരു ശിരോവസ്ത്രം ധരിച്ചു കൊണ്ടുവന്നാൽ ഈ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് അത് ഭയമുണ്ടാക്കുമത്രേ. ശരിക്കും ഭയമുണ്ടാകുന്നത് ഒരു കുട്ടി ധരിച്ച തട്ടം കണ്ടിട്ടല്ല, വിശുദ്ധമായ ഒരു വസ്ത്രം ധരിച്ചിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് വർഗീയത ചീറ്റുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കാണുമ്പോ വിദ്യാർത്ഥികൾക്കെന്നല്ല കേരളത്തിന് തന്നെ പേടിയാകുന്നുണ്ട് എന്നാണ് ആ സ്കൂൾ അധികൃതരോട് നമ്മൾക്ക് പറയാനുള്ളത്. ആ വിദ്യാർത്ഥിയുടെ തട്ടം കണ്ടിട്ട് ഒരു വിദ്യാർത്ഥിക്കല്ല പേടിയാകുന്നത്, വിശുദ്ധിയുടെ വസ്ത്രമെന്ന് പറഞ്ഞ വസ്ത്രമണിഞ്ഞു വന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നൊക്കെ വമിച്ചു വരുന്ന വർഗീയതയുടെ വിഷപ്പുക അത് ഈ സമൂഹത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന പേടി ഈ സമൂഹത്തിന് മുഴുവനുണ്ട്. മനസ്സിലാക്കാൻ പറയുകയാണ്. ഒരു തട്ടം, മുസ്ലിമീങ്ങൾ തട്ടം ധരിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. മുസ്ലിമീങ്ങൾ ഹിജാബ് ധരിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ചരിത്രത്തിലേക്ക് നടക്കൂ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ മഹദി അവர்கள் പറയുകയാണ്, എന്റെ വീടിന്റെ ഒരു ഭാഗത്താണല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നത്. ഞാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്ന ഇടത്തേക്ക് ചെല്ലാറുണ്ട്. 2 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ഉപ്പയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതേ ഹുജറത്തു ശരീഫയുടെ ഒരു ഭാഗത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ് മറമാടിയത്. അപ്പോഴും ഞാൻ യഥേഷ്ടം അവിടേക്ക് പ്രവേശിക്കാറുണ്ട്. എന്റെ ഉപ്പയും എന്റെ പ്രിയതമനുമാണല്ലോ അവിടെയുള്ളത്, എനിക്കൊരു മടിയും തോന്നാറില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോ അതേ സ്ഥലത്തേക്ക് വരികയാണ് മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ അടക്കം ചെയ്തു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പിന്നീട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുമ്പോ എന്റെ വസ്ത്രധാരണം നന്നാക്കാറുണ്ട്. ഔറത്തുകളൊക്കെയും കൃത്യമായി മറക്കേണ്ട ഭാഗങ്ങളൊക്കെയും കൃത്യമായി മറച്ചുകൊണ്ടാണ് പിന്നീട് ഞാൻ അവിടേക്ക് കടന്നു ചെന്നത്. കാരണം അവിടെയുള്ളത് എന്റെ ഉപ്പയും എന്റെ ഭർത്താവുമാണ്. ശേഷം വന്നിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അവര് എനിക്ക് അന്യനായ ആളാണല്ലോ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ അവിടെ അടക്കം ചെയ്യപ്പെട്ട അന്യനായ പുരുഷന്റെ മുന്നിൽ പോലും എത്തുന്ന നേരം കൃത്യമായ വസ്ത്രധാരണത്തോടുകൂടിയാണ് നമ്മുടെ മുൻഗാമികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അങ്ങോട്ട് കടന്നു വന്നത്. തലമറയ്ക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ മാത്രം ശൈലിയല്ല. ഇസ്ലാമിലെ സ്ത്രീകൾ അവരെ തലമറയ്ക്കുന്നതിലൂടെ, ഹിജാബ് ധരിക്കുന്നതിലൂടെ, നിഖാബ് ധരിക്കുന്നതിലൂടെ അവരെന്തൊക്കെയോ സ്വാതന്ത്ര്യമില്ലായ്മകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ശുദ്ധവായു ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പഠിക്കേണ്ട ചരിത്രങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയക്കാരിയായ കാതറിൻ ബുള്ളോക്ക് എന്ന സ്ത്രീയുടെ ചരിത്രം. ഓസ്ട്രേലിയക്കാരിയാണ്, കാനഡയിലെ ടൊറന്റോ സർവകലാശാലയിലെ പ്രൊഫസർ. അവര് പഠിക്കാനെടുത്ത വിഷയം പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ്. കാതറിൻ ബുള്ളോക്ക് ലോകത്തിന് സമ്മാനിച്ച മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അവര് പഠിക്കാനെടുത്ത വിഷയം മുസ്ലിം സ്ത്രീകൾ ഈ ധരിക്കുന്ന വസ്ത്രം. പല രാജ്യങ്ങളിലും അവർ തലമറച്ച്, മുഖം മറച്ച് അവരുടെ ഹിജാബുകളുടെ ഉള്ളിൽ അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ വീർപ്പുമുട്ടലുകൾ, അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മ, അവരുടെ സന്തോഷമില്ലായ്മ, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് പുറപ്പെട്ട് കാനഡ വരെ നീണ്ടു നടക്കുന്ന അക്കാഡമിക് ജീവിതത്തിന്റെ ഇടയിൽ പല രാജ്യങ്ങൾ സന്ദർശിച്ച് അന്വേഷിച്ച് അവസാനം ആ കാതറിൻ ബുള്ളോക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരി ടൊറന്റോ സർവകലാശാലയിലെ പ്രൊഫസർ എത്തിച്ചേർന്നത് എവിടെയാണെന്നറിയുമോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വസ്ത്രധാരണത്തിൽ ഒരു അപകടവും കാണുന്നില്ല. ഇതിന്റെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യക്കേടും വരാനില്ല, ഒരു സന്തോഷക്കുറവും ഞാൻ അനുഭവിക്കുന്നില്ല. ആധുനിക വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് അവരെഴുതിയ മനോഹരമായ ഒരു പുസ്തകം മലയാളത്തിലും വാങ്ങാൻ കിട്ടും. മുസ്ലിം സ്ത്രീയും മുഖപടവും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഹിജാബിന്റെ വ്യത്യസ്തങ്ങളായ വെർഷനുകളെ
വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുടെ അനുഭവങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ അവർ ചേർത്ത് വെക്കാണ്. ഹിജാബ് പഠിച്ചിട്ട് മാത്രം ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീയാണ് കാതറിൻ ബുള്ളോക്ക് എന്ന ഓസ്ട്രേലിയക്കാരി. കൂടുതൽ വായിക്കാനും ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമാണ്. ഇന്ന് നമ്മൾ ഈ പറയുന്ന എല്ലാ വാദങ്ങളും ഉണ്ടല്ലോ, ആ വാദങ്ങളൊക്കെയും കൃത്യമായി പഠിച്ചതിന്റെയൊക്കെ പിന്നിലുള്ള ശരിയായ അജണ്ടകളെയും ഉത്തരങ്ങളെയും അവർ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾ മാത്രാണോ തലമറയ്ക്കുന്നത്? തീർച്ചയായും അല്ല. തലമറയ്ക്കൽ എന്നുള്ളത് മുസ്ലിം സ്ത്രീകളുടെ മാത്രം ശൈലിയല്ല. ക്രൈസ്തവ വിഭാഗത്തിലെ കന്യാസ്ത്രീകളായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഒരാൾ തല തുറന്നിട്ട് നടക്കുന്നതായി നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കന്യാസ്ത്രീകൾ എപ്പോഴും തലമറച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ വിവാദങ്ങളൊക്കെയും ഉണ്ടാക്കിയ സ്കൂളിലെ അധ്യാപിക പോലും ആ തലമറയ്ക്കുന്ന ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട്. കന്യാമറിയത്തിന്റെ പ്രതിമ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. തല തുറന്നുകിടക്കുന്ന ഒരു കന്യാമറിയത്തിന്റെ പ്രതിമ ലോകത്ത് എവിടെയുമില്ല. കന്യാമറിയത്തിന്റെ പ്രതിമയുടെ തല തുറന്നു കിടക്കുന്ന ഒരു ശൈലി ലോകത്തെവിടെയും കാണാനില്ല. തലമറച്ചുകൊണ്ടാണ് കന്യാമറിയത്തെ അവതരിപ്പിക്കുന്നത്, വിശുദ്ധകളായ സ്ത്രീകളെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് എത്തിയ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നോക്കൂ, അവരെല്ലാവരും തലമറച്ചവരാണ്. ഹൈന്ദവ മതത്തിലേക്ക് നിങ്ങൾ വന്നു നോക്കൂ, ഹിന്ദുമതം എന്തു പറയുന്നു തലമറയ്ക്കുന്നതിനെ കുറിച്ച്? വേദങ്ങൾ പഠിപ്പിക്കുന്ന ആശയം തലമറയ്ക്കണമെന്നാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്താൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിൽ പലതവണ നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പല ആളുകൾ ഖൂൻഘട്ടുകൾ എന്നൊക്കെ പറയും. വസ്ത്രത്തിന്റെ ഒരു ഭാഗം കൊണ്ട് തലമറയ്ക്കുക, ഒരു ഭാഗം കൊണ്ട് മുഖത്തിന്റെ ഭാഗം മറയ്ക്കുക. ചുനാരി എന്ന പേരിലുള്ള ഒരു വസ്ത്രമുണ്ട്, അവർ ധരിക്കുന്ന ഒരു വസ്ത്രം. ഉത്തരേന്ത്യൻ സ്ത്രീകൾ പലതും നിങ്ങൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ സിഗ്നലുകളിൽ വന്നിട്ടുള്ള രാജസ്ഥാനിൽ നിന്നും മറ്റുമൊക്കെയുള്ള സ്ത്രീകളുടെ തലയുടെ ഒരു പകുതിയിൽ ഒരു തുണി കിടക്കുന്നത് കാണാം. ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ പൂജാഭാഗമായി നടത്തുന്ന, ആരാധനകളുടെ ഭാഗമായി നടത്തുന്ന ചടങ്ങുകളിലൊക്കെയും തലമറച്ചുകൊണ്ടാണ് സ്ത്രീകൾ വരുന്നത്. തലമറയ്ക്കുക എന്നുള്ളത് വേദങ്ങളുടെ സാരമാണ്, ഋഗ്വേദത്തിന്റെ ആശയമാണ്. വീർ മഹാചരിതയിൽ ഒരു ഭാഗം കാണാം. ശ്രീരാമൻ സീതയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശിരോവസ്ത്രം നിങ്ങൾ നന്നായി ധരിക്കൂ, നിങ്ങളുടെ മുഖപടം നിങ്ങൾ നന്നായി ഉപയോഗിക്കൂ. ഹൈന്ദവ മതത്തിന്റെ ഹിന്ദു സ്ക്രിപ്ചറുകളിൽ നിന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഹൈന്ദവ മതം ഈ തലമറയ്ക്കുന്നതിനെ അനുകൂലിക്കുകയും ഉത്തരേന്ത്യയിലുള്ള സ്ത്രീകൾ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അധികം ഉദാഹരണമൊന്നും പറയുന്നില്ല. നമുക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു, പ്രതിഭ പാട്ടീൽ. അവരെപ്പോഴും ഒരു പകുതി തലമറച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുക. നമ്മൾ ഫോണുകളിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ അവരെ പലപ്പോഴും കണ്ടിട്ടില്ലേ? തലയുടെ ഒരു ഭാഗം മറച്ചുകൊണ്ടാണ് എപ്പോഴും അവരുടെ ചിത്രങ്ങൾ ഉണ്ടാവുക. അത് അവരുടെ ആശയങ്ങളുടെയും മതത്തിന്റെയും ഭാഗമാണ്. പുരുഷനെ പോലെ വസ്ത്രം ധരിക്കരുത് സ്ത്രീയെന്ന് വേദങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പുരുഷനെ പോലെ വസ്ത്രം ധരിക്കേണ്ടതല്ല സ്ത്രീകളെന്ന് വേദങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ജൂതമതത്തിലേക്ക് വരൂ, തൽമൂദിന്റെ ഭാഗങ്ങൾ സ്ത്രീകൾ തലമറയ്ക്കണമെന്ന് പഠിപ്പിക്കുന്നു. ലോകത്തെ വ്യത്യസ്തങ്ങളായ മതങ്ങൾ, ജൈനമതത്തിൽ പല ആളുകളും നിർബന്ധമായി തന്നെ തലമറയ്ക്കുന്നു. ലോകത്തെ പല മതവിഭാഗങ്ങളും തലമറയ്ക്കുന്നുണ്ട്. സിഖുകാർ മറയ്ക്കുന്നുണ്ട്, പല ആളുകളും മറയ്ക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്, എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യം. ഈ രാജ്യത്തെ ഓരോ പൗരനും അവരവരുടെ മതത്തെ വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും ആചരിക്കാനുമുള്ള അവകാശം ഇവിടുത്തെ ഭരണഘടന നൽകുന്നുണ്ട്. പള്ളുരുത്തിയിലെ സ്കൂളിലേക്ക് തലയിൽ തട്ടമിട്ട് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥിക്ക് അവളുടെ മതനിയമം അനുസരിച്ച് തലയിൽ തട്ടം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. എന്തിന്റെ പേരിലാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യുന്ന നടപടിയെ അംഗീകരിക്കാനും കഴിയുകയില്ല. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും വ്യത്യസ്തങ്ങളായ വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന പള്ളിയുടെ മുറ്റത്തു തന്നെ വിദ്യാലയമുണ്ട്. ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയം എന്റെ നാട്ടിലെ ജുമുഅത്ത് പള്ളിയുടെ ചാരത്തുള്ള ഖാദിരിയ സ്കൂളാണ്. നമ്മുടെ നാട്ടിലെ പള്ളികൾ നടത്തുന്ന സ്കൂളുകളിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ കുറി മായിച്ചു കളയാനോ കുരിശുമാല എടുത്തു കളയാനോ ഇന്ന് വരെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് ആലോചിക്കുകയോ അല്ലെങ്കിൽ അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടോ? ഇവിടെ വിദ്യാലയങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല,
ആ തിട്ടൂരങ്ങളൊക്കെ മാറ്റിവെച്ചേക്കൂ. ജുമുഅത്ത് പള്ളികളുടെ ചാരത്തുയർന്നു നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളിൽ പലതരത്തിലുള്ള മതവിശ്വാസങ്ങളുള്ളവരുണ്ട്. അവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി അവരുടെ വിദ്യാഭ്യാസം എന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ, അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് വരെ കേരളത്തിലെ ഒരു മുസ്ലിം പള്ളികളുടെയും കീഴിലുള്ള സ്കൂളുകൾ അവരുടെ അജണ്ട തയ്യാറാക്കി വെച്ചിട്ടില്ല. നമ്മുടെ ഹിദായത്ത് സ്കൂളിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ കുറി മായ്ക്കാൻ പള്ളി കമ്മിറ്റിയുടെ മെമ്പർമാരോ, ഞാൻ എപ്പോഴും പള്ളി വരുന്ന ആളാണ്, ഇത് പള്ളിയുടെ സ്കൂളാണ്, കുറി മായ്ക്കണമെന്നോ പറഞ്ഞിട്ടില്ല. കുരിശുമാല ഊരണമെന്ന് പറഞ്ഞിട്ടില്ല. ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ ധരിക്കുന്ന മാലയും ധരിച്ചുകൊണ്ട് അവർ ക്ലാസ്സിൽ വരുമ്പോ അവർക്കുള്ള അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരോ കയ്യിൽ ചരട് കെട്ടിയവരുണ്ടാവും, കുരിശു വരച്ചവരും കുറി വരച്ചവരും ഉണ്ടാവും. അത് മാറ്റിവെച്ചുകൊണ്ടേ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ വിവിധങ്ങളായ മുസ്ലിം സംഘടനകൾക്ക് സ്കൂളുകളുണ്ട്, വിവിധങ്ങളായ മഹല്ല് ജമാഅത്തുകൾക്ക് സ്കൂളുകളുണ്ട്. ഇവിടെ വിവിധങ്ങളായ വ്യത്യസ്ത മതവിഭാഗങ്ങൾ സ്കൂളുകൾ നടത്തുന്നുണ്ട്. അവിടൊക്കെയും അവരവരുടെ അവകാശങ്ങളും മതങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് വരാനും പഠിക്കാനുമുള്ള വലിയ അവസരങ്ങളുടെ ലോകം തുറന്നിട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മുസ്ലിമീങ്ങളുടെ തട്ടത്തിൽ പിടിച്ച് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ ചിന്തിക്കാൻ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കന്യാസ്ത്രീകളുടെ വസ്ത്രത്തെയും അഭിമാനത്തെയും ചോദ്യം ചെയ്ത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടപ്പോ മുസ്ലിം പള്ളികളുടെ മെഹ്റാബുകൾ ശബ്ദിച്ചു, പാടില്ല, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കണമെന്നും അവർക്ക് മതിയായ സംരക്ഷണം നൽകണമെന്നും ഈ പള്ളിയിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ അതിന് സാക്ഷിയാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറഞ്ഞത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക നിലയങ്ങളാണ്. അവിടെ എല്ലാ മതത്തിലും പെട്ട കുട്ടികളുണ്ടാവും. നമ്മുടെയൊക്കെ കൂടെ പഠിച്ച വിവിധങ്ങളായ മതത്തിലുള്ള കുട്ടികളെയും കൂട്ടുകാരെയും നമുക്കൊക്കെ അറിയാലോ. നമ്മുടെ അരികിലിരുന്ന് പഠിച്ച എത്രയോ ആളുകൾ, അതിൽ കുറിതൊട്ടവരുണ്ട്, കുരിശുമാലയിട്ടവരുണ്ട്, വിവിധ വിശ്വാസങ്ങളുള്ളവരുണ്ട്. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ അവരുടെ കൂടെ ഇടപഴകിയത്. ആ സൗഹൃദങ്ങൾ ഇന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. വിദ്യാലയങ്ങളിലേക്ക് വർഗീയത കടത്തിക്കൊണ്ടുവന്ന് പരസ്പരം പേടിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ കുട്ടികളെ മാറ്റിയെടുത്താൽ അതിലൂടെ രാജ്യം അപകടപ്പെട്ടു പോകും. രാജ്യത്തെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാനാണ് ആരുടെയോ അച്ചാരം വാങ്ങിയിട്ട് ഇത്തരം വർഗീയമായ ദുഷ്ലാക്കുകളും പ്രചരണങ്ങളും നടക്കുന്നത്. എത്ര നാണക്കേടാണ്! സാംസ്കാരികമായി സമുന്നതമായ സാഹചര്യങ്ങളുള്ള കേരളത്തിൽ തലയിൽ തട്ടം ധരിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന പുതിയ സമൂഹത്തിന്റെ മുമ്പിൽ പറയേണ്ടി വരുന്നത് നാണക്കേടാണ്, ലജ്ജാവഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കാനാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ ഏതെങ്കിലുമൊക്കെ കരിവാരി തേച്ചുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് തള്ളിമാറ്റുക, വിദ്യാഭ്യാസ അവകാശങ്ങളെ നിഷേധിക്കുക എന്ന അജണ്ടയുണ്ടെങ്കിൽ അതിനെ ഭരണഘടന മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ സ്കൂള് 2018 അവിടെ വന്ന വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിച്ച് പ്രാർത്ഥന ചെല്ലിപ്പിച്ചതിന്റെ പേരിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ സ്കൂളുമായി ബന്ധപ്പെട്ട് വീണ്ടും വർഗീയമായ പലതുമുണ്ട്. അപ്പൊ വർഗീയതയെ ഊതിക്കാച്ചിയെടുത്തതിന്റെ മറവിലൂടെ ഈ നാടിന്റെ സന്തുലിതാവസ്ഥയെ തകർത്തുകളഞ്ഞ് വരുന്ന തലമുറയെ പരസ്പരം പേടിപ്പിച്ച് ഭിന്നിപ്പിച്ച് അവരുടെ ഉള്ളിലേക്ക് ഇത് കുത്തിവെക്കാൻ വേണ്ടി മിനിമം ദൈവത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ, അതിന്റെ വസ്ത്രം ധരിച്ചവരെങ്കിലും ഈ വർഗീയതയ്ക്ക് വേണ്ടി കുടപിടിക്കാൻ ഇറങ്ങുന്നത് അത് ശരിയല്ല എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ ആലോചിച്ചു നോക്കൂ. അതിന്റെ മറവിലൂടെ ഇവിടെ വർഗീയത വളർത്തിയെടുത്ത് വർഗീയത പറയുന്നവരെ അധികാരത്തിലേറ്റാനുള്ള ശ്രമമാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നുണ്ടല്ലോ. മുസ്ലിങ്ങളുടെ തട്ടം, മുസ്ലിങ്ങളുടെ ഹിജാബ്, മുസ്ലിങ്ങളുടെ ഭക്ഷണം, അതൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം അജണ്ടകളാണ് പലരുടെയും ഉള്ളിലുള്ളത്. എന്നാൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒക്കെ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. കേരളത്തിന് പുറത്തെത്തുമ്പോ ഇതേ വിഭാഗത്തെ തന്നെ വേട്ടയാടുന്നതിന്റെ ചിത്രങ്ങൾ കർണാടക മുതൽ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുകയാണ്.
നമുക്ക് പറയാനുള്ളത് ആ കുട്ടിയുടെ ഉപ്പ ഇന്ന് TC വാങ്ങി. ഇനി എങ്ങനെയാണ് ആ കുട്ടി ആ സ്കൂളിൽ പഠിക്കുക? ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തടഞ്ഞു എന്ന ചീത്തപ്പേരുകൂടി ഒരു വലിയ സമൂഹം പേറേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ, അതിന്റെ ഭാഗമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ഹിജാബ് വിവാദങ്ങൾ ഉയരുന്ന സമയത്ത് എറണാകുളത്തെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വിവാദമുണ്ടാകുന്ന സമയത്ത് മാത്രമുള്ളതല്ല ഹിജാബ്. നമുക്കെല്ലാവർക്കും ആ വിഷയത്തിൽ അമർഷമുണ്ടല്ലേ? അമർഷമില്ലാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല. പക്ഷേ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കൾ ഇസ്ലാമികമായി വസ്ത്രം ധരിക്കുന്നുണ്ടോ? നമ്മുടെ പെൺമക്കളും ഭാര്യമാരും വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാമികാണോ? ഇസ്ലാം പറഞ്ഞു വെച്ച ഹിജാബിന്റെ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണോ? അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളും ഉണ്ട്. ഇസ്ലാം കൃത്യമായ ഒരു ഡ്രസ് കോഡ് പുരുഷനും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്കും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് മാത്രമല്ല, പലരും അത് തെറ്റിദ്ധരിച്ചതാണ്. പുരുഷനും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്കും പറഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ് കോഡ്, ഹിജാബുകൾ വിവാദമാകുന്ന കാലത്ത് വിപ്ലവം തീർക്കാൻ ഇറങ്ങുന്നവരെ ഒന്നാമത് വിപ്ലവം ഉണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മുടെ പെൺമക്കൾക്ക് ഹിജാബ് നൽകൂ, ഭാര്യമാർക്ക് ഹിജാബ് നൽകൂ, ഉമ്മമാർക്ക് ഹിജാബ് നൽകൂ. അത് അഭിമാനമാണെന്ന് ഉറക്കെ പറയൂ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ആ ഹിജാബ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഏതെല്ലാം നന്മകൾ ചെയ്താലും ഇസ്ലാമിന്റെ നിയമമാണല്ലോ. ചില ആളുകളുണ്ട് ഹിജാബൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് മഹാന്മാരുടെ മക്ബറകളിലേക്ക് സിയാറത്തിന് പോകും. എന്തിനാ സിയാറത്തിന് പോകുന്ന? അവരെ പൊരുത്തമൊക്കെ കിട്ടാനാ. പക്ഷേ ഇസ്ലാം പറഞ്ഞ വസ്ത്രധാരണത്തിലല്ല ആ യാത്രയെങ്കിൽ അതുകൊണ്ടൊരു പൊരുത്തവും കിട്ടാനില്ല. അതുപോലെ ഹിജാബുകൾ വലിച്ചെറിഞ്ഞ് ഏതെല്ലാം രംഗപ്രവേശങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കൂ. അവിടെയാണ് നമുക്ക് വിപ്ലവം സാധ്യമാക്കിയെടുക്കാനുള്ളത്. നമ്മുടെ മക്കളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ ഭാര്യമാരിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ പെൺമക്കളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ ഉമ്മമാരിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ വീടുകളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ കല്യാണങ്ങളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ ചടങ്ങുകളിൽ ഹിജാബ് ഉണ്ടാകട്ടെ. ഹിജാബ് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് വെറും ഒരു മുദ്രാവാക്യമല്ല, ജീവിതമാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. ഇത് നമ്മൾ തന്നെ ഹിജാബ് വലിച്ചെറിയുന്ന എത്ര സാഹചര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ഹിജാബ് വലിച്ചെറിയുമ്പോഴാണ് മറുഭാഗത്തിന് തോന്നുക ഈ ഹിജാബൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് മുസ്ലിങ്ങളുടെ ചടങ്ങുകളിലൊന്നും കാണുന്നില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നത്. നമുക്ക് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മുടെ നാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും സമാധാനം നിലനിർത്താനും ഉതകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളണം. അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം കുട്ടിക്ക് തട്ടമിടാനുള്ള അവകാശമുണ്ട്, അവിടുത്തെ പ്രിൻസിപ്പലിന് ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് അത് ധരിച്ചുകൊണ്ട് എവിടെയും ഇറങ്ങാനുള്ള അവകാശമുണ്ട്. കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം അഴിപ്പിച്ചപ്പോ നീറ്റ് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയ ചരിത്രം ഈ അടുത്ത കാലത്ത് നമുക്ക് വായിക്കാനുള്ള വാർത്തകളുണ്ട്. നീറ്റിന്റെ പരീക്ഷാ ഹാളിൽ നിന്ന് അവരുടെ വസ്ത്രം ഒന്ന് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോ അപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം അതിന്റെ കൂടെ നിന്നു. പാടില്ല, അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ അവർ പരീക്ഷ എഴുതട്ടെ. എന്താണ് പ്രശ്നം? ഒരു കഷ്ണം തുണി ഒരു കുട്ടിയുടെ തലയിൽ കിടന്നാൽ ഏത് ലോകമാണ് ഇടിഞ്ഞു വീഴുക? ആ കുട്ടി ആ തലയിൽ തട്ടമിടണ്ട, നാളെ മുതൽ തട്ടമില്ലാതെ വന്നുകൊണ്ട് രമ്യമായി പരിഹരിക്കൂ എന്നൊരു പരിഹാരവും കൊണ്ട് ആരും മുന്നോട്ട് വരേണ്ടതില്ല. ഭരണഘടന മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, തലയിൽ തട്ടമിടാനുള്ള അവകാശം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. തലയിൽ തട്ടമിടുന്നത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതൊന്നുമല്ല, അത് ഇസ്ലാം ഇവിടെ പറഞ്ഞ നിയമം മുസ്ലിങ്ങളായ ആളുകൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തെ ധ്വംസിച്ചു കളഞ്ഞ പ്രവർത്തനം നീചമാണ്, മോശമാണ്, ക്രൂരമാണ്. ഇത്തരം വിദ്യാലയങ്ങളും ദേവാലയങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരും ഇത്തരം മെസ്സേജുകൾ സമൂഹത്തിന് കൈമാറരുത് എന്ന് വളരെ സങ്കടത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ കെട്ടകാലത്ത്, ഒന്നിച്ചു നിൽക്കേണ്ട കാലത്ത് പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിവിടരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ നാടുകൾക്ക് സമാധാനം നൽകുമാറാകട്ടെ.